മാജിക്കൽ റിയലിസം എന്ന് കേട്ടിട്ടില്ലേ? ഈ മാജിക്കൽ റിയലിസവും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും കൂടെ ഒത്തുചേർന്നപ്പോഴുണ്ടായ ഒരു മൂവിയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന മൂവി. ഈ സിനിമ 2010 പുറത്തിറങ്ങിയത്. ഇതിൻ്റെ സംവിധാനവും രചനയും നിർവഹിച്ചത് രഞ്ജിത്ത് സാർ ആയിരുന്നു. ഈ സിനിമയ്ക്ക് ഇതിൻ്റെ ക്യാരക്ടർ വൈസ് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു മൂവിയാണ്. നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതും കൂടിയാണ് ഈ ഒരു മൂവിയുടെ പ്രത്യേകത. എന്നാൽ ഇതൊരു പരാജയ സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് അതിശയം തോന്നും. കാരണം ഇന്ന് ഈ സിനിമ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു കാലത്ത് ഈ മാജിക്കൽ റിയലിസത്തെ പറ്റിയൊക്കെ അറിയാമെങ്കിലും സാധാരണ ആളുകൾക്കിടയിലേക്ക് അത്രമാത്രം സിനിമ വളരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയ ഒരു വളരെ ലൈറ്റായിട്ടുള്ള എന്നാൽ വളരെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഈ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന മൂവി. ഇതിലെ പ്രാഞ്ചിയേട്ടനായിട്ട് അഭിനയിച്ചത് മമ്മൂക്കയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സിനിമയാണ്. എങ്കിൽ പോലും ഈ സിനിമയിൽ ഒരാൾ അനുഭവിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്. അയാൾ ഒരു കോടീശ്വരനാണ്, ആർക്കും എന്തും ദാനം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ അയാൾക്ക് വേണ്ടത് ഒരു പേരാണ്. എന്നാൽ ആ പേര് കിട്ടാതെ പോകുന്നു. അവസാനം അയാൾ ദൈവത്തിന് പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു. അങ്ങനെ അയാൾ തൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. ഇതിൽ ഒരു മാജിക്കൽ റിയലിസം എവിടെയാണ് കടന്നു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു സാങ്കല്പിക ലോകമായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു ആത്മീക ലോകമായിരിക്കാം. ചിത്രകലയിലാണ് ആദ്യമായിട്ട് ഈ മാജിക്കൽ റിയലിസം പരീക്ഷിക്കുന്നത്. അതിനുശേഷം സാഹിത്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു ഇമാജിനറി വേർഡിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഴുത്തിൻ്റെ രീതി ഈ മാജിക്കൽ റിയലിസത്തിലൂടെ പുറത്തു വന്നു. ഫ്രാൻസ് റോഹ് എന്ന് പറയുന്ന ഒരാളാണ് ഈ മാജിക്കൽ റിയലിസം നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന ഈ സിനിമയിലെ മാജിക്കൽ റിയലിസം എന്താണ് എന്നെടുത്തു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിലെ ആത്മീയതയും അതുപോലെ അവിടുത്തെ ആ ഒരു ചർച്ചിലിരിക്കുന്ന ആ ഒരു സെയിൻറ്റിനെയും റിയലായിട്ട് കാണുകയാണ് ശരിക്കും ചെയ്യുന്നത്. എന്നാൽ മറ്റൊരാളോട് അത് പറഞ്ഞാൽ അത് അദ്ദേഹം വിശ്വസിക്കുമോ? മറ്റൊരാൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതിലെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് പ്രാഞ്ചി പോയിട്ട് തൻ്റെ കാരണവന്മാരുടെ ആത്മാക്കളെ കാണുന്നതും അതുപോലെ ഇതിലെ സെയിൻറ്റ് പ്രത്യക്ഷപ്പെടുന്നതുമാണ്. ആ ഒരു സിനിമയുടെ സോളും ആ ഒരു മാജിക്കൽ റിയലിസം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രാഞ്ചിയേട്ടൻ ഇതിനകത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അറിയാം, ഭയങ്കര നല്ലൊരു ശുദ്ധ മനുഷ്യനാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വാസുമേനോൻ എന്ന കഥാപാത്രം. ഇന്നസെൻസ് സാറാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരാൾ. ഓരോ സമയത്തും ഓരോരോ പദ്ധതികൾ കൊണ്ടുവരുന്ന ഒരാളാണ് ഈ വാസുമേനോൻ. പ്രാഞ്ചിയേട്ടൻ വീട്ടിലുള്ള സമയത്ത് പ്രാഞ്ചിയേട്ടനോട് എപ്പോഴും സംസാരിക്കുകയും അതുപോലെ പ്രാഞ്ചിയേട്ടൻ്റെ ആ ഒരു കുറവുകൾ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കഥാപാത്രം കൂടിയുണ്ട്. പ്രാഞ്ചിയേട്ടൻ്റെ കുക്കായിട്ടുള്ള ഈയപ്പേട്ടൻ. ചില അമ്മമാരെ കണ്ടിട്ടില്ലേ, വീടും അവിടെയുള്ള ആളുകളുമായിട്ട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന, അവിടെ മാത്രം ഒതുങ്ങിക്കൂടുന്ന അമ്മമാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? ഈയപ്പൻ്റെ കഥാപാത്രം ഏതാണ്ട് അങ്ങനെ നമുക്ക് പോർട്രേ ചെയ്യാം. അയാളുടെ ആ ഒരു ലൈഫ് മുഴുവൻ ആ പ്രാഞ്ചിയേട്ടൻ്റെ വീടും ആ പരിസരവും അവിടെ വരുന്ന ആളുകളും പ്രാഞ്ചിയേട്ടനും മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്പെഷ്യലി പ്രാഞ്ചിയേട്ടൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞിട്ടുള്ളതും നമ്മുടെ ഈയപ്പേട്ടനാണ് എന്ന് പറയാൻ സാധിക്കും. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒന്നും കൂടെ പ്രാഞ്ചിയേട്ടനിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ഇതിലെ പുണ്യാളനാണ്. പുണ്യാളൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് ജെസ്സെ ഫോക്സാലൻ എന്നൊരു ആളാണ്. പുണ്യാളൻ്റെ അതേ ഫേസ് കട്ടുള്ള ഒരു സിനിമാ താരം. ഇദ്ദേഹത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് രഞ്ജിത്ത് സാറ് തന്നെയായിരുന്നു. അപ്പോൾ സംവിധായകനും നായകനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കിതിൽ പറയാൻ പറ്റും. പുണ്യാളൻ എല്ലാം കേട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടൻ്റെ സങ്കടങ്ങൾ പറയൂ പ്രാഞ്ചി, എന്താണ് നിൻ്റെ വിഷമം എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു പുണ്യാളൻ്റെ കഥാപാത്രം. പുണ്യാളനോട് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്ന പ്രാഞ്ചിയേട്ടൻ ഇതിൻ്റെ അവസാനത്തെ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നീ ദൈവത്തിന് പ്രിയപ്പെട്ടതായി തീർന്നത് എപ്പോഴാണെന്നറിയാമോ എന്നുള്ളൊരു കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളെ അദ്ദേഹം മനസ്സുകൊണ്ട് ഹെൽപ്പ് ചെയ്തപ്പോഴാണ്
അയാൾ ദൈവത്തിന് പ്രിയപ്പെട്ടതായത് എന്ന് പുണ്യാളനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻ്റണി സാർ എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം അതിൽ റിട്ടയർ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അവിടുത്തെ ആ സ്കൂളിലെ SSLC ബാച്ച് 100% വിജയം നേടണം എന്ന് പറയുന്നു. അവിടെ പോളി എന്ന് പറയുന്ന ഒരു കുട്ടിയെ പഠിത്തത്തിൽ ഭയങ്കര ഉഴപ്പനാണ് എന്ന് പറഞ്ഞിട്ട് സഹായിക്കാൻ തയ്യാറാകുന്ന പ്രാഞ്ചിയേട്ടൻ. അങ്ങനെ അങ്ങോട്ട് സഹായം ചെയ്യുകയാണ് പ്രാഞ്ചിയേട്ടൻ. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലാതെ തന്നെ പോളി എങ്ങനെയും ജയിച്ചാൽ മതി എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് അവസാനം വരുന്നു. പക്ഷെ പോളി തോറ്റു പോകുന്നു. അപ്പോഴാണ് ശരിക്കും പ്രാഞ്ചിയേട്ടൻ തോറ്റു പോകുന്നത്. ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം പ്രിയമണി ചെയ്തിട്ടുള്ള പത്മശ്രീ എന്ന കഥാപാത്രമാണ്. പത്മശ്രീ എന്നൊക്കെ ഒരാൾക്ക് പേരിടുവോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട് ഈ സിനിമയിൽ. അതിപ്പോൾ ഉമ്മൻചാണ്ടി എന്നൊരു പേര് നീ രണ്ടാമതൊരെണ്ണം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, അങ്ങനൊരു പേരില്ല എന്നൊക്കെ പ്രാഞ്ചിയേട്ടൻ ഭയങ്കര നിഷ്കളങ്കനായിട്ട് പറയുന്നൊരു സീനൊക്കെ ഉണ്ട്. പത്മശ്രീ അവാർഡിന് വേണ്ടിയിട്ട് കുറച്ച് കാശ് മുടക്കിയതിന് ശേഷം എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പനി പിടിച്ച് കിടക്കുമ്പോഴാണ് നമ്മുടെ ശരിക്കുള്ള പത്മശ്രീ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ പത്മശ്രീക്കിട്ട് ആദ്യം ഒരു ചവിട്ടാണ് കൊടുക്കുന്നത്. ഈ പത്മശ്രീ തൻ്റെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പം ഭയങ്കര ഒരു മാറ്റം പ്രാഞ്ചിയേട്ടന് വരുന്നുണ്ട്. തൻ്റെ ഒരു കോസ്റ്റ്യൂം, അതുപോലെ കണ്ണട മാറുന്നത്, ഇതൊക്കെ പത്മശ്രീ വന്നതിന് ശേഷമാണ്. എന്തിന് പ്രാഞ്ചിയേട്ടൻ താമസിക്കുന്ന വീട് തന്നെ മാറ്റിയെടുക്കുന്നത് പത്മശ്രീയാണ്. അപ്പോൾ പത്മശ്രീ അത്രയും തൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന് ഇഴുകിച്ചേർന്ന് തന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ അദ്ദേഹത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ ഒരു മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നത് പത്മശ്രീയാണ്. അതുകൊണ്ട് തന്നെ അവളോട് ഒരു പ്രേമം തോന്നിയതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വീണ്ടും പുണ്യാളൻ ഈ പ്രാഞ്ചിയേട്ടനെ കാണിച്ചു കൊടുക്കുന്നൊരു കാഴ്ചയുണ്ട്. ബാംഗ്ലൂരിരുന്ന് തൻ്റെ സുഹൃത്തിനോട് പറയുന്ന പത്മശ്രീയുടെ ആ ഒരു ഡയലോഗ്, അവിടെ ചെന്നിട്ട് പ്രാഞ്ചിയേട്ടനോട് ഞാൻ ചോദിക്കും എന്നെ കെട്ടാൻ പറ്റുമോ എന്ന് ചോദിക്കും എന്നൊക്കെ കാണിക്കുമ്പോഴത്തേക്കും പ്രാഞ്ചിയേട്ടൻ അങ്ങ് നാണം കൊണ്ട് തല ഇങ്ങനെ ചെരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അവിടെ പുണ്യാളൻ ഈ പ്രാഞ്ചിയേട്ടൻ ഒരു ക്രിസ്ത്യാനിയാണെന്നോ അല്ലെങ്കിൽ പത്മശ്രീ ഒരു ഹിന്ദു ആണെന്നോ ഒന്നുമുള്ള ഡിസ്ക്രിമിനേഷനൊന്നുമില്ല പുണ്യാളന്. അവിടെ ജസ്റ്റ് ഹ്യൂമൻ ബീയിങ്സ്. പുണ്യാളനെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം തന്നെ മനുഷ്യരാണ്, ജെനുവിനായിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യവും ഈ സിനിമ പറഞ്ഞു തരുന്നുണ്ട്. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്ത് സാറാണ്. ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് റിയലിസവും അതുപോലെ മാജിക്കൽ റിയലിസവും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു മൂവിയാണ് ഈ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന് പറയുന്ന സിനിമ. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും അതുപോലെ എസ്പെഷ്യലി പ്രാഞ്ചിയേട്ടൻ എന്ന കഥാപാത്രത്തെ എടുക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന് പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല, അടുത്ത് നിൽക്കുന്ന ഒരാളെ മനസ്സുകൊണ്ട് സഹായിക്കാൻ കഴിയുക എന്നുള്ള ഒരു കാര്യമാണ്. അത് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകൾ സംസാരിക്കുന്ന ഒരു ഡയലക്റ്റാണ് ഈ സിനിമയിലുള്ളത്. തൃശ്ശൂരിൽ സംഭവിക്കുന്ന കഥയാണല്ലോ. അപ്പോൾ അവിടുത്തെ ആളുകളുടെ സംസാര രീതി കുറച്ച് പ്രത്യേകത ഉള്ളതാണ്. കുറച്ച് നീട്ടലുകളും കുറുകലുകളും ഒക്കെ ഉള്ള രീതിയിലുള്ള സംസാര ഭാഷ. അത് ഈ സിനിമയിൽ ഭയങ്കര ഭംഗിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രാഞ്ചിയേട്ടൻ്റെ ഒരു പരസ്യം ചെയ്യുന്നൊരു സീനുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയുടെ പരസ്യം. അതിൽ മുഴുവൻ ഈ തൃശ്ശൂർ ഡയലക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുണ്യാളൻ്റെ ആ ഒരു സംസാര രീതിയും തൃശ്ശൂർ ഡയലക്റ്റിൽ തന്നെയാണ്. സംവിധായകൻ പുണ്യാളനിലൂടെ നമ്മളോട് പറയുകയാണ് പല കാര്യങ്ങളും. എന്താണ് ജയവും തോൽവിയും എന്നൊക്കെയുള്ളൊരു ഡയലോഗൊക്കെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ ഒരു പോർഷൻ വരുമ്പോൾ മാത്രമാണ് ശരിക്കുമുള്ള ഒരു മലയാള സംസാര ഭാഷ വരുന്നത്. ബാക്കി എല്ലാം തന്നെ തൃശ്ശൂർ ഡയലക്റ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചത് വേണു സാറാണ്. ഇത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഷോട്ടുകളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. വളരെ വലിയ ഗമ്മിക്സുകളൊന്നും ഇറക്കാത്ത, എന്ന് വെച്ചാൽ പുണ്യാളൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ഓറയൊക്കെ നമ്മുടെ പുണ്യാളന് കൊടുത്ത് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേണമെങ്കിൽ അങ്ങനെ ആക്കാമായിരുന്നു. പക്ഷേ പ്രാഞ്ചി എന്ന് പുറകിൽ നിന്ന് വിളിക്കുന്ന ഒരു പുണ്യാളനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ അവസാന ഭാഗത്ത് പോളിയും പ്രാഞ്ചിയേട്ടനും കൂടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഈശ്വരാനുഗ്രഹമുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു ഷോട്ടുണ്ട്. പള്ളിയും പ്രാഞ്ചിയേട്ടനും പോളിയും കൂടെ നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ പുണ്യാള എന്ന് പറയുമ്പോഴത്തേക്കും
ഈ പള്ളിയോട് ചേർത്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഈശ്വരാനുഗ്രഹം അവർക്ക് ലഭിച്ചു എന്നൊക്കെ കാണിക്കുന്ന രീതിയിലുള്ളൊരു സിനിമാറ്റോഗ്രാഫി ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇത് ഭയങ്കര ജെന്യുവിനായിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫി. എന്നാൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓവറാക്കിയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫി രീതിയൊന്നും ഈ സിനിമയ്ക്കകത്ത് നമ്മൾ കാണുന്നില്ല. ഈ മൂവിയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വിജയ് ശങ്കറാണ്. ഇതിനകത്തെ എഡിറ്റിംഗ് ടെക്നിക്സ് ഒക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ്. ഇതൊരു ഫ്ലാഷ് ബാക്ക് മൂവിയാണല്ലോ. എന്ന് വെച്ചാൽ പുണ്യാളനോട് നമ്മുടെ പ്രാഞ്ചിയേട്ടൻ പറയുന്ന കഥകളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു മെറ്റാ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്കിനകത്ത് ഒരാൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് വീണ്ടും പറയുകയാണ്, അത് വീണ്ടും കാണിക്കുകയാണ്. അത് പോളിയുടെ സ്റ്റോറിയാണ്. അപ്പോൾ ഈ പോളിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അവർക്ക് എന്താണ് എന്നുള്ളത്, എസ്പെഷ്യലി നമ്മുടെ പത്മശ്രീയുടെ കഥാപാത്രം പറയുന്ന കഥകളൊക്കെ അവൾ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്. പോളിയുടെ മാത്രം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഔസേപ്പച്ചൻ സാറായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് ആകെ ഒരു പാട്ടേ ഉള്ളൂ. അത് രചിച്ചത് ഷിബു ചക്രവർത്തി സാറാണ്. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നത് ആരാണോ. അപ്പോൾ ആ ഒരു പാട്ടിനകത്തും ഒരു മാജിക്കൽ റിയലിസം കടന്നു വരുന്നുണ്ട്. ഈ സിനിമയുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ചത് സമീറ സനീഷും കുമാറുമാണ്. ഈ സിനിമയ്ക്കകത്തെ ക്യാരക്ടേഴ്സിനെ എല്ലാം തന്നെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നതിൽ കോസ്റ്റ്യൂമിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രാഞ്ചിയേട്ടൻ്റെ ആ ഒരു വേഷം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജുബ്ബ അല്ലെങ്കിൽ ഷർട്ട് ഇട്ടിട്ട് മുണ്ടുടുക്കുന്ന ഒരാളാണ്. ഒരു എലിവേറ്റർ കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു തൃശ്ശൂർക്കാരൻ. ഈ സിനിമയുടെ തുടക്കത്തിൽ പ്രാഞ്ചിയേട്ടൻ്റെ ഒരു വേഷം എന്ന് പറയുന്നത് കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് ക്ലബിൻ്റെ ഇലക്ഷന് നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അതൊട്ടും സ്യൂട്ടാകാത്ത ഒരു ആളായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അവിടെ നിന്ന് തോറ്റ് തുന്നമ്പാടി തിരിച്ചു വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഡ്രൈവറായിട്ടുള്ള സുബ്രഹ്മണി പറയുന്നൊരു കാര്യമുണ്ട്, പ്രാഞ്ചിയേട്ടൻ ആ മുണ്ട് ഷർട്ടൊക്കെ കൊടുത്ത് സാധാരണ ആളായിട്ട് ചെന്നിരുന്നെങ്കിൽ വോട്ടിങ് പോകുന്നതിനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പല ക്യാരക്ടേഴ്സിനും, ഈയപ്പൻ്റെ കഥാപാത്രത്തിന്, അതുപോലെ ഇതിനകത്ത് മേനോൻ ചേട്ടൻ്റെ കഥാപാത്രത്തിന്, ഇവർക്കെല്ലാം തന്നെ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു വേഷം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കോസ്റ്റ്യൂമിൻ്റെ കാര്യം എന്ന് പറയുന്നത് പുണ്യാളൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെതാണ്. പുണ്യാളൻ്റെ ആ ഒരു കഥാപാത്രം, അതിൻ്റെ ആ ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, ആ സ്റ്റാച്യുവിൽ കാണുന്ന അതേ രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം, ചാക്ക് പോലത്തെ ഒരു ലോഹയൊക്കെ ഇട്ടിട്ടുള്ള, ലോഹ തന്നെയാണോ എന്നറിയില്ല, എന്നാലും ആ പുണ്യാളൻ്റെ ആ ഒരു വേഷം, അതുപോലെ ആ ഒരു ഹെയർ സ്റ്റൈല്, ഇതൊക്കെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള, പുണ്യാളൻ അത് തന്നെയാണ് പുണ്യാളൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ളൊരു കോസ്റ്റ്യൂം പുണ്യാളനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിലെ മേക്കപ്പാണ്. രഞ്ജിത്ത് അമ്പാടിയായിരുന്നു ഈ സിനിമയുടെ മേക്കപ്പ് നിർവഹിച്ചിരുന്നത്. ഇതിനകത്ത് മമ്മൂക്കയുടെ ആ ഒരു കണ്ണ്, അതുപോലെ മീശ, അതിനൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണല്ലോ. അപ്പോൾ അതുപോലെ ഹെയർ സ്റ്റൈല്, അതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതി ഇതിനകത്തുണ്ടായിരുന്നു. പോളി എന്നൊരു കഥാപാത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും പോളിയെ സ്കൂളിൽ വെച്ച് കാണുമ്പോൾ പോളിയുടെ ഒരു ഹെയർ സ്റ്റൈലിന് ഡിഫറൻസ് ഉണ്ട്. അതിനുശേഷം ഇവൻ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പാവമായിട്ടുള്ള ഒരു നല്ല കുട്ടിയുടെ ഒരു വേഷവിധാനം, അവൻ്റെ മനസ്സിലുള്ള ഒരു മാറ്റമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പുണ്യാളൻ്റെ ആ ഒരു മേക്കപ്പാണ്. മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്റ്റാച്യുവിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കഷണ്ടിത്തലയും, ആ കഷണ്ടിത്തലയിൽ ബാക്കിയുള്ള ഹെയറിൻ്റെ ഒരു കളറ്, അതുപോലെ പുണ്യാളൻ്റെ കണ്ണുകൾ, ചുണ്ട്, താടി, ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു റിയാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിത്ത് സാർ തന്നെയാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ എഴുത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പുണ്യാളൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് എഴുത്തുകാരൻ നമ്മളോട് സംസാരിക്കുകയാണ്. ഒരു ഗോഡ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ എഴുത്തുകാരൻ. നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ പ്രാഞ്ചിയേട്ടനോട് പറയുന്നു. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന സിനിമ തുടക്കത്തിൽ, ഇത് സിനിമ ഇറങ്ങിയ സമയത്ത് ഒട്ടും പ്രേക്ഷക സ്വീകാര്യമായിരുന്നില്ല. പിന്നീട് ആളുകൾ ഈ സിനിമയെ ഏറ്റെടുക്കാൻ തുടങ്ങി. നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഈ സിനിമ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഒരു സിനിമ ഒരുപാട് പ്രേക്ഷകരെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു സിനിമ കൂടിയായിരുന്നു പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന മൂവി. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.